നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 691st day. Today 10th sloka of Pradhama Skanda 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 691 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. തഥാ തദഹമീശസ്യ ഭക്താനാം ശമഭീപ്സതാ അനുഗ്രഹം മന്യമാന പ്രാദിഷ്ടം ദിശമുത്തരാം. ഓം തത്സത്. തഥാ തദഹമീശസ്യ ഭക്താനാം ശമഭീപ്സതാ അനുഗ്രഹം മന്യമാന പ്രാദിഷ്ടം ദിശമുത്തരാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് തഥാ തത് അഹം ഈശസ്യ. തദഹം ഈശസ്യ എന്നുള്ളത് 3. തദ് അഹം ഈശസ്യ ഭക്താനാം ശമം ഭക്താനാം ശം അഭീപ്സത. അങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഭക്ത ശം അഭീപ്സത അനുഗ്രഹം മന്യമാന പ്രാദിഷ്ടം ദിശം ഉത്തരാം. ഉത്തരാം ദിശാം. അങ്ങനെയുള്ള ദിശ ഉത്തരാം. തഥാ അപ്പോൾ, തത് അതിനെ, അഹം ഞാൻ, ഭക്താനാം ഈശസ്യ ഈശ്വരൻ, ഈശ്വരൻ്റെ, ഭക്താനാം ഭക്തനെ ഭക്തന്മാരുടെ, ശം ശം എന്ന് പറഞ്ഞാൽ സുഖത്തെ, അഭീപ്സത എന്ന് പറഞ്ഞാൽ ഇച്ഛിക്കുന്ന, ശം അഭീപ്സത സുഖത്തെ ഇച്ഛിക്കുന്ന, അനുഗ്രഹം പ്രസാദമാണെന്ന് മന്യമാന വിചാരിക്കുന്നവനായിട്ട്, പ്രാദിഷ്ടം പുറപ്പെട്ടു, ദിശ ഉത്തരാം ഉത്തരാം ദിശ വടക്കു ദിശയിലേക്ക്. ദിശ എന്ന് പറഞ്ഞാൽ ദിക്ക്, ഉത്തരാം വടക്ക്, വടക്ക് ദിക്കിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ മരണം ഭക്തന്മാരുടെ സുഖത്തെ അല്ലെങ്കിൽ കല്യാണത്തെ നന്മയെ കാക്ഷിക്കുന്ന ഭഗവാൻ എന്നിൽ കാട്ടിയ അനുഗ്രഹമാണെന്ന് കരുതി വടക്ക് ദിശയിലേക്ക് പുറപ്പെട്ടു. അതായത് അമ്മയുടെ ദുഃഖത്തിൽ, അമ്മയുടെ മരണത്തിൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, രാത്രി പാൽ കറക്കാൻ പോയ അമ്മ ഒരു സർപ്പത്തെ ചവിട്ടുകയും ആ സർപ്പം കടിച്ച് അമ്മ മരിക്കുകയും ചെയ്തു. കാലനാൽ പ്രേരിതനായ സർപ്പത്തെ പോലും കുറ്റം പറയുന്നില്ല. കാലനാൽ പ്രേരിതനായിട്ടാണ് സർപ്പം കടിച്ചത് എന്നാണ് പറയുന്നത്. സർപ്പത്തിലും ഒരു തെറ്റ് കാണാത്ത ആ ഒരു മനസ്ഥിതിയാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പറയുകയാണ്, ആ അമ്മയുടെ മരണം ഭഗവാൻ എന്നിൽ കാട്ടിയ, എൻ്റെ സുഖത്തെ ആകാംക്ഷിക്കുന്ന ഭഗവാൻ എന്നിൽ കാട്ടിയ കരുണയാണ്, അനുഗ്രഹമാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഭക്തന്മാരെ ഭഗവാൻ എപ്പോഴും അനുഗ്രഹിക്കുകയുള്ളൂ. ഒരു നോട്ടത്തിൽ നമുക്കത് അനുഗ്രഹമല്ല, ദുഃഖമാണ്, ഭഗവാൻ അനുഗ്രഹിച്ചതല്ല, ഭഗവാന്റെ ശിക്ഷയാണ് എന്ന് തോന്നിയാലും ശരിക്കും അത് ഒരു അനുഗ്രഹം. എന്തെന്നാൽ അമ്മയാലാണ് നാരദർ ഗൃഹസ്ഥാശ്രമത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ നാരദർക്ക് ബന്ധനമില്ല. ഭഗവാനെ അന്വേഷിച്ച് നടക്കാൻ നാരദർക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അതുകൊണ്ട് നാരദർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയാണ് അമ്മയെ ഭഗവാൻ തിരിച്ചു വിളിച്ചത് എന്ന് കരുതിയിട്ട്, എൻ്റെ അനുഗ്രഹം, എനിക്ക് നൽകിയ അനുഗ്രഹമാണ് അമ്മയുടെ മരണം എന്ന് കരുതിയിട്ട് വടക്ക് ദിശയിലേക്ക് ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെട്ടു. വടക്കാണ് ഹിമാലയം
തുടങ്ങിയ എല്ലാ പുണ്യസ്ഥലങ്ങളും ഉള്ളത്. ഇങ്ങനെ എപ്പോഴും നന്മയെ അല്ലെങ്കിൽ ഭഗവാനെ അന്വേഷിച്ചു പോകുന്നവർ വടക്ക് ദിക്കിലേക്ക് പോയി എന്നാണ് പറയുന്നത്. തെക്ക് ദിക്കിലേക്ക് മരണത്തെ അന്വേഷിച്ചും തിന്മയെ അന്വേഷിച്ചും നെഗറ്റീവ് എനർജിയും, വടക്ക് ദിശയിലേക്ക് പോസിറ്റീവ് എനർജി ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിലും കാണാം, വടക്ക് ദിശയിലാണ് അധിക പുണ്യസ്ഥലങ്ങളും. ഹിമാലയം ദൈവങ്ങളുടെ എന്താണ് പറയേണ്ടത്, കൊടുമുടിയാണ് എന്ന് തന്നെ പറയാം. എല്ലാ ദൈവവും കുടികൊള്ളുന്നത് ആ ഹിമാലയത്തിലാണ്. അതുകൊണ്ട് തന്നെ മഹർഷിമാരെല്ലാവരും എപ്പോഴും അവിടെ തപസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നാരദരും അപ്രകാരം വടക്ക് ദിശ നോക്കി നടന്നു എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തഥാ തദഹമീശസ്യ ഭക്താനാം സമഭീപ്തഥാ അനുഗ്രഹം മന്യമാന പ്രാദിഷ്ടം ദിശമുത്തരാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.